നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവം. റാപ്പർ വേടനെതിരായ പുലിപ്പല്ലി കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച സംഭവം. ഇതോടൊപ്പം കോഴിക്കോട് KSRTC ബസിന്റെ ചില്ലടിച്ചു തകർത്ത യുവതിക്കെതിരായ സൈബർ ബുള്ളിങ്. ഈ പകൽ കേരളം മറ്റ് രാഷ്ട്രീയ ചർച്ചകൾ വിശദമായി പരിശോധിച്ചു. എന്നാൽ അതിനപ്പുറം വിശദമായി പരിശോധിക്കേണ്ട മറ്റു ചില വാർത്തകളിലേക്കാണ് സ്പോട്ട് ലൈവ് ആദ്യം പോകുന്നത്. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്ത് പരിശോധന നടത്തി. അപകട കാരണം വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. രക്ഷാപ്രവർത്തനത്തിന് ആദ്യഘട്ടത്തിൽ യുവതി കാറിനുള്ളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്നത് വിനയായെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു 9 മണിയുടെ അടുത്താണ് വലിയൊരു ശബ്ദത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കാറിങ്ങനെ കത്തി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാട്ടുകാരും എല്ലാവരും ഓടി വന്ന് രക്ഷാപ്രവർത്തനം നടത്തി മൃതദേഹം പുറത്തെടുത്ത് എന്നതിന് ശേഷമാണ് ഫയർഫോഴ്സ് എല്ലാം വന്നത്. ഭർത്താവായിരുന്നു വാഹനം ഓടിച്ചത്. ഭാര്യ പിൻസീറ്റിൽ കിടന്നതുകൊണ്ടായിരുന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്ന വിളിക്കത് കാണാതെ ആയത്. ഇപ്പം ഡോർ തുറക്കാനായിപ്പോൾ ഇപ്പം പോലീസുകാർക്ക് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ. ഡോർ അപ്പാട് ജാമായിപ്പോയി. ഇത് ഭയങ്കര സ്ഫോടന ശബ്ദം ഉണ്ടായിരുന്നു. അതെന്തെന്നുള്ള കരുതി ഫോറൻസിക്കാർ കണ്ടുപിടിക്കാൻ വേണം. എങ്ങനെയാ ഇത് പൊട്ടിയെന്ന് അത് ഫുള്ള് ജാമായിരുന്നല്ലോ. നിങ്ങൾ നോക്കിയിട്ടും തുറക്കാൻ പറ്റും. പല കളി അങ്ങനെ എൻ്റെ മകന് കൈമുറിഞ്ഞ് തുറക്കാം. ഡോറിന്റെ മുകളത്തെ ഭാഗം മാത്രം ഞങ്ങളിങ്ങനെ പിടിച്ച് പറിച്ചിട്ട് അതിൻ്റെ അതിൽ ഞാൻ ഓളം എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പുറമെ കൊണ്ടുവന്നിട്ട് അപ്പണക്ക് ആംബുലൻസ് വന്ന് അതിൽ കയറ്റി കൊണ്ടുവരാം. ഇന്നലെ രാത്രിയാണ് കാറിന് തീപിടിച്ച് കക്കറമുക്ക് സ്വദേശിനി സോന മരിച്ചത്. സോനയുടെ ഭർത്താവ് ലാലു ഗുരുതരമായി പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇതുപോലുള്ള സംഭവങ്ങൾ, അതായത് ഈ കാറിന് ഓടുന്ന വാഹനത്തിന് തീപിടിച്ചുള്ള അപകടവും മരണവുമൊക്കെ ഈ സമീപകാലത്ത് പതിവായി കേൾക്കാറുള്ളതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ദാരുണമായിട്ടുള്ളത്, സങ്കടപ്പെടുത്തുന്നത്, ഒരു ഗർഭിണിയായ യുവതി ആ വാഹനത്തിലുണ്ടായിരുന്നു എന്നതാണ്. അത് മറ്റാരും അത് തിരിച്ചറിഞ്ഞില്ല, നാട്ടുകാർ തിരിച്ചറിഞ്ഞില്ല. അതിനുശേഷമാണ് അതിലൊരു യുവതി ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലായത്. ഈ അപകടത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്താണ് ഈ അപകടത്തിൻ്റെ, തീപിടുത്തത്തിൻ്റെ കാരണമായി പറയപ്പെടുന്നത്? ടോം, അങ്ങേയറ്റം ദാരുണമായൊരു അപകടം തന്നെയാണ് പേരാമ്പ്രയിൽ നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 9:00 ഇത്തരമൊരു കാറിൻ്റെ കത്തുന്ന കാര്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ രജിൻലാലും ഭാര്യ സോനയും ആശുപത്രിയിൽ പോയി മടങ്ങി വരികയായിരുന്നു. 6 മാസം ഗർഭിണിയാണ് സോനയെ കാണിക്കുന്നതിനായാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയ ശേഷം തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി എത്തുകയായിരുന്നു. ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രമാണ് അവർ വീട്ടിലെത്താനായി അവശേഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സമയത്താണ് ഒരു പാടത്തിൻ്റെ വശത്തുള്ള ഒരു ഇടറോഡിൽ വെച്ച് ഇത്തരമൊരു അപകടം നടക്കുന്നത്. അതിൻ്റെ ഈ റോഡിൻ്റെ 2 വശത്തും പാടങ്ങളാണുള്ളത്. നെല്ലും വയലുകളും ഒപ്പം ഈ തെങ്ങിൻ തൈകളൊക്കെ നട്ടിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു പാടശേഖരത്തിന് നടുവിലൂടെയുള്ള ഒരു റോഡാണ്. ഈ കാറ് കത്തിക്കിടക്കുന്ന സ്ഥലത്തോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഇടത്തോട് ഒഴുകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പാടശേഖരങ്ങൾ അല്ലെങ്കിൽ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങളാണ് കടന്നിരുന്നത്. നാട്ടുകാർ പറയുന്ന വിവരമനുസരിച്ച് ഈ റോഡ് അരികിലൂടെ അല്ലെങ്കിൽ ഈ പാടത്തിൻ്റെ അരികിലൂടെയുള്ള റോഡിൽ രാത്രി 9:00 തന്നെ വലിയൊരു സ്ഫോടന ശബ്ദം കേൾക്കുന്നു. വലിയ ഒരു തീപിടുത്തമുണ്ടാവുന്നു. ആളുകൾ പെട്ടെന്ന് അടുത്തുകൂടി എത്തിയപ്പോഴാണ് ഒരു കാറ് നിന്ന നിലയിൽ കത്തുന്നത് അവരുടെ കാഴ്ചയിൽ പെടുന്നത്. ഉടൻ തന്നെ കാറിനുള്ളിൽ നിന്നും ഒരാൾ ശരീരത്ത് വസ്ത്രങ്ങളിലൊക്കെ തീ പടർന്നുകൊണ്ട് അടുത്തേക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ശ്രദ്ധയിൽപ്പെടുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ തൊട്ട് അടുത്തുള്ള ആ കൈത്തോട്ടിലേക്ക് ഇറങ്ങി ശരീരത്തിലെ തീ അണയ്ക്കുന്നു. ഒപ്പം ഇതേ സമയത്ത് തന്നെ ആംഗ്യ ഭാഷയിലും ഉച്ചത്തിൽ ബഹളം വെച്ചുകൊണ്ടുമൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നത്. ഭാര്യ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, സോന എന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നതെന്നാണ് നമുക്ക് ഈ ദൃക്സാക്ഷി
സിയിൽ നിന്നും മനസ്സിലാക്കാൻ കാണുന്നത്. പക്ഷേ അപ്പോഴും അവർക്ക് എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് വ്യക്തമാവുന്നില്ലായിരുന്നു. അവർ പൂർണ്ണമായും ഊന്നൽ കൊടുത്തത് ഈ തീപിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയ രജിൻലാലിനെ രക്ഷപ്പെടുത്തുന്നതിനും ഒപ്പം കാറിൻ്റെ തീ അണയ്ക്കുന്നതിനുമുള്ള നീക്കങ്ങളായിരുന്നു. ഒപ്പം ഈ കാറിനുള്ളിൽ ഈ ഷോന ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ആ സ്ഥലത്തേക്ക് എത്തിയ ആർക്കും ഒരു കൃത്യമായ ചിത്രം ഉണ്ടായിരുന്നില്ല. ഈ സംഭവം നടക്കുന്നതിന് അടുത്ത് തന്നെ ഒരു ഏതാണ്ട് കുറച്ച് പേരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഈ ബഹളം കേട്ട് അവിടെ നിന്നൊക്കെ ബക്കറ്റും മറ്റു പാത്രങ്ങളുമൊക്കെ ആളുകൾ എത്തുകയും ഈ തോട്ടിൽ നിന്നും വെള്ളം എടുത്ത് ഈ കാറിൻ്റെ തീ കെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ആളുകൾക്ക് അറിയുമായിരുന്നില്ല ഈ വാഹനത്തിൻ്റെ പിൻവശത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട് എന്നത്. അത് പ്രത്യേകിച്ചും ഈ വാഹനം പൂർണ്ണമായും കത്തി ആളിപ്പടരുകയായിരുന്നു. പ്രത്യേകിച്ചും അതിൻ്റെ പിൻഭാഗം ആളിപ്പടരുകയായിരുന്നു. ഒപ്പം ഈ കാറിൻ്റെ റൂഫ് ഭാഗത്തുള്ള ഭാഗത്തിന് തീ പിടിക്കുകയും അത് അടർന്ന് ഏതാണ്ട് മുകളിലേക്ക് വീഴുകയും ചെയ്തു. അപ്പോൾ ഒരു പ്രതിരോധം പോലെ അല്ലെങ്കിൽ ഒരു കവചം പോലെ ഈ സോനയുടെ മുകൾ ഭാഗത്ത് ഈ റൂഫിങ് കത്തി നിൽക്കുന്നുണ്ടായിരുന്നുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നോക്കിയാലും അകത്തൊരാൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാത്ത ഒരു സാഹചര്യം. ഒപ്പം ഈ വാഹനം തുറക്കാനും കഴിയുന്നില്ല. ഈ പെട്ടെന്ന് രജിൻ്റെ ഈ ഭാവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായ ആളുണ്ടെന്ന് മനസ്സിലാവുകയും പിന്നീട് അവർ തുറക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ആ കാറ് പൂർണ്ണമായും ലോക്കായി പോകുന്ന ഒരു കാഴ്ച, ചില്ലുകളൊക്കെ പൊട്ടിത്തെറിച്ച് ഒരു വലിയ സ്ഫോടന ശബ്ദമൊക്കെ വരുന്ന ഒരു സാഹചര്യം. എന്തായാലും തീ അണച്ച ശേഷം മാത്രമാണ് അവർക്ക് ഈ സോനയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ആ സമയം ദേഹമാസകലം പൊള്ളലേറ്റ് ശരീരഭാഗങ്ങളൊക്കെ പൊള്ളിക്കഴിഞ്ഞിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അങ്ങേയറ്റം ദാരുണമായ ഒരു കാഴ്ച. ശ്വാസം മാത്രം പുറത്തേക്ക്, ജീവശ്വാസം മാത്രം പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. ഉടൻ തന്നെ CPR മറ്റുമൊക്കെ നൽകി രക്ഷപ്പെടുത്താനുള്ള ശ്രമമൊക്കെ അവിടുത്തെ ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. അപ്പോഴേക്കും ഫയർഫോഴ്സിൻ്റെ വാഹനവും ആംബുലൻസും ഒക്കെ വരികയും അവരെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. എന്തായാലും ആശുപത്രിയിൽ എത്തുന്ന മുമ്പ് തന്നെ അവർക്ക് ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യമുണ്ടായി. ഭർത്താവിനെ അപ്പോൾ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ ചിത്രം നൽകാൻ ഇപ്പോഴും പോലീസിന് കഴിയുന്നില്ല. അതിലേറ്റവും പ്രധാനം ഈ സാധാരണഗതിയിൽ ഒരു വാഹനം ഇത്തരത്തിൽ തീ പിടിക്കുമ്പോൾ LPG വാഹനങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ ഈ വാഹനങ്ങളിൽ ഈ ശീതീകരിച്ച ഊർജം ഉപയോഗിച്ചുള്ള വാതകം ഉപയോഗിച്ചുള്ള പാചകവാതകം പോലുള്ള അത്തരത്തിലുള്ള ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഉപയോഗിച്ചുള്ള വാഹനങ്ങളാണെങ്കിൽ തീ പിടിക്കാൻ സാധ്യതയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പലപ്പോഴും അത്തരം വാഹനങ്ങൾ പൊട്ടിത്തെറിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് പെട്രോളിൽ ഓടുന്ന സ്വിഫ്റ്റ് വാഹനമാണ്. ആ വാഹനത്തിൻ്റെ പെട്രോളിൻ്റെ ഭാഗം അല്ലെങ്കിൽ ഇന്ധന ടാങ്ക് ഒരു തരത്തിലും പൊട്ടിത്തെറിക്കുകയോ അല്ലെങ്കിൽ ആ ടാങ്കിൽ എന്തെങ്കിലും ഒരു ചോർച്ച ഉള്ളതായും ഇന്നത്തെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല. പിന്നീട് മറ്റൊരു ഭാഗം ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗമാണ്. നമുക്കറിയാം ഈ പലപ്പോഴും ഈ റേഡിയേറ്ററൊക്കെ ചൂടാകുമ്പോഴൊക്കെ അവിടെ ഒരു മർദ്ദം ഏറുകയും അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിൽ എൻജിൻ മുറി പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അത്തരമൊരു കൂളിംഗ് സംവിധാനങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടുള്ള ഒരു പൊട്ടിത്തെറി അല്ല എന്നും വ്യക്തമാകുന്നു. ഒപ്പം മൂന്നാമതൊരു സാധ്യത വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വാഹനത്തിലെ AC ഗ്യാസ് ലീക്കായാലും ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളും അത് ഒരു തീപിടുത്തത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ തീപിടുത്തത്തിൻ്റെ ആക്കം കൂട്ടാനൊക്കെ ഇടയാക്കുകയും ചെയ്യും. അത്തരത്തിൽ ഈ AC-യുടെ ഗ്യാസും ലീക്കായിട്ടില്ല. അതായത് 3 പ്രധാന ഘടകങ്ങൾ: ഒന്ന് ടാങ്ക്, പെട്രോൾ ടാങ്ക്, മറ്റൊന്ന് എൻജിൻ മുറി, ഒപ്പം ഈ AC ചോർച്ച. ഈ 3 കാര്യങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. അതോടുകൂടി തന്നെ മറ്റൊരു സാധ്യത പരിശോധിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഇലക്ട്രിക് ഭാഗങ്ങളിൽ എന്തെങ്കിലും പിൻവശത്ത് ഒരു തകരാറുണ്ടാവുകയും അതൊരു തീപ്പുരയായി മാറുകയും. പക്ഷേ അത്തരത്തിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുമ്പോഴും അത് ഇന്ധനത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായില്ലെങ്കിൽ അത് എങ്ങനെ ഒരു പൊട്ടിത്തെറിയായി മാറും എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്ധന ടാങ്കിൽ നിന്നുള്ള പൈപ്പുകളിലോ മറ്റോ ഒരു ചോർച്ച പ്രകടമാവുകയും തരത്തിൽ അതിവേഗത്തിലാണോ ഈ പൊട്ടിത്തെറി ഉണ്ടായത്? അതോ അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു അപകടം അല്ലെങ്കിൽ വാഹനത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിലുള്ളവർ ഇറങ്ങി ഓടാനുള്ള ഒരു സാധ്യത, അതിനുള്ളൊരു ശ്രമമെങ്കിലും നടത്താനുള്ള സാധ്യത ഉണ്ടല്ലോ. പക്ഷെ ഇവരങ്ങനെ, ഈ സോനയും ഭർത്താവ് ലാലുവും ഈ വാഹനം ഈ തീ പിടിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇറങ്ങി ഓടി രക്ഷപ്പെടാനുള്ളൊരു സാധ്യത അവർക്ക് ഇല്ലായിരുന്നോ? അതോടൊപ്പം അറിയേണ്ടത് ഇവരുടെ ഒരു കുടുംബ പശ്ചാത്തലമാണ്. യുവദമ്പതികളാണ്. ഈ സോന ഗർഭിണിയാണ്. ഇവർക്ക് മക്കളുണ്ടോ? അതോടൊപ്പം മറ്റെന്തെങ്കിലും ഈ പോലീസ് ഇതുപോലുള്ള ഈ വാഹനത്തിൻ്റെ സാങ്കേതിക തകരാർ അല്ലെങ്കിൽ മറ്റു കേടുപാടുകൾ അതിനപ്പുറം മറ്റെന്തെങ്കിലും ദുരൂഹതയും മരണവുമായി സംശയിക്കുന്നുണ്ടോ?
ടോമി, രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, ഈ ഇവരുടെ ഒരു പ്രണയ വിവാഹമായിരുന്നു. അതായത് കുറച്ച് വർഷങ്ങളായി തന്നെ ഇരുവരും പ്രണയിച്ച ശേഷമാണ് ഒരു വിവാഹത്തിൽ കലാശിച്ചത്. ഏതാണ്ട് 1.5 കൊല്ലം മുമ്പാണ് ഇവർ വിവാഹം കഴിയുന്നത്. ആദ്യമായിട്ടാണ് ഗർഭിണിയാവുന്നത്. അതായത് കടിഞ്ഞൂൽ കുട്ടിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആ കുടുംബം. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രത്യേക ഒരു വഴക്കോ വിദ്വേഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടന്നതായി നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ആളുകളാണ്. പക്ഷേ പോലീസിൻ്റെ ഒരു പറയുന്നതനുസരിച്ച് 7 വർഷത്തിൽ താഴെയാണ്, അതായത് വിവാഹം നടന്ന് 7 വർഷത്തിൽ താഴെയാണ് ഈ സ്ത്രീ മരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ മരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണം പോലീസ് നടത്തും. ഈ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡന കുറ്റവുമായി ബന്ധപ്പെട്ടുള്ള ചില വകുപ്പുകൾ ഒക്കെ പ്രകാരം അക്കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അസ്വാഭാവിക മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. പക്ഷേ അതുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന യാതൊരു തെളിവുകളും ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഈ കുടുംബം വളരെ സ്വരച്ചേർച്ചയിൽ കഴിഞ്ഞിരുന്ന ഒരു കുടുംബമാണ് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഈ രജിൻ ലാലുവിൻ്റെ സഹോദരൻ്റെ വിവാഹമൊക്കെ അടുത്തിടെ നടക്കാനിരിക്കുകയായിരുന്നു എന്നും അറിയുന്നു. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകളിലൊക്കെയായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു അട്ടിമറി സാധ്യത അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ നടന്നു എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു തരത്തിലും ഒരു പ്രവചനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല. പോലീസും അക്കാര്യത്തിലൊരു കൃത്യമായ നിഗമനത്തിലേക്ക് ഈ ഘട്ടത്തിൽ എത്തിച്ചേരുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഒരു തരത്തിലുമുള്ള സാധ്യതകൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ദുരൂഹമായ ഒരു മരണവുമായി ബന്ധപ്പെട്ട് തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെ ഏറ്റവും പ്രസക്തമായത് മുൻ സീറ്റിലാണ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സീറ്റിലാണ് രജിൻ ലാൽ ഉണ്ടായിരുന്നത്. അദ്ദേഹമാണ് വാഹനം ഓടിച്ചിരുന്നത്. പിൻ സീറ്റിൽ ആയിരുന്നു ഈ സോന ഉണ്ടായിരുന്നത്. അവർ നമുക്കറിയാം ഒരു ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ ഇരിക്കാൻ കൂടുതൽ സൗകര്യപ്രദം ഈ സ്വിഫ്റ്റ് പോലുള്ള ചെറുവാഹനങ്ങളിൽ പിൻസീറ്റിലാണ്. ഒപ്പം കാലും മറ്റുമൊക്കെ നിർത്തിവെച്ചിരിക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നത് പിന്നിലാണ്. ഒപ്പം ഈ കുലുക്കം, ഈ ചെറിയ ഗട്ടറുകളിലൂടെയും മറ്റുമൊക്കെ പോകുമ്പോഴുള്ള കുലുക്കവും പിൻവശത്തിരുന്നാൽ ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും. അതുകൊണ്ട് ഇരിക്കാനുള്ള ഒരു സൗകര്യം നോക്കി ആവണം ഈ സോന പിൻവശത്തിരുന്നത്. ഈ വാഹനത്തിൽ തീ പടർന്ന ഉടൻ തന്നെ ഈ രജിൻ ലാൽ പുറത്തേക്ക് ഇറങ്ങുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും തീ പടർന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ തീ ആദ്യം അണച്ചിട്ട് ഭാര്യയുടെ അടുത്തേക്ക് പോകാം എന്ന് വിചാരിച്ചതാണോ, അല്ലെങ്കിൽ അദ്ദേഹം പുറത്തിറങ്ങി തുറക്കാൻ ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനൊരു സാഹചര്യം ഉണ്ടായോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം 4 സീറ്റുകളും ഏതാണ്ട് പൂർണ്ണമായി കത്തി അമർന്ന നിലയിലാണ്. സ്റ്റിയറിംഗ് ഭാഗത്തെ സീറ്റുകൾ, ബീഡിങ്ങുകൾ, ഈ വശത്തോടുള്ള ബീഡിങ്ങുകൾ, കുഷീനുകൾ, മറ്റ് ഇലക്ട്രിക് സാമഗ്രികൾ, അത്തരം വയർ കണക്ഷനുകളൊക്കെ ഈ കത്തി നശിച്ച നിലയിലാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തും തീ പടർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് പുറത്തേക്ക് തുറന്ന് അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമ്പോൾ നടക്കാതെ വരികയും സ്വന്തം ശരീരത്തിലെ തീയണച്ച് അവരുടെ ഭാര്യയുടെ അടുത്തേക്ക് പോകാം എന്ന് അദ്ദേഹം കരുതിയതാണ് എന്നും അങ്ങനെ വേണം നമുക്കൊരു നിഗമനത്തിലെത്താൻ. എന്തായാലും രക്ഷാപ്രവർത്തകർ എത്തുമ്പോഴും രജിൻ ലാലിനെ രക്ഷപ്പെടുത്തി കഴിയുമ്പോഴും പിറകിലൊരാളുള്ളതിനെക്കുറിച്ച് പെട്ടെന്ന് അവർക്ക് ബോധ്യം വരുന്നില്ല. ഇയാളാവട്ടെ പൊള്ളലേറ്റ നിലയിൽ കൈകൊണ്ട് വാങ്ങി കാണിക്കുകയും ഒച്ചവെക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഭാര്യയെ പിന്നിലുണ്ടെന്ന്. പക്ഷേ അവർക്ക് ആ വാഹനം ലോക്കായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഒരു തരത്തിലും എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. നമ്മളിന്ന് രക്ഷാപ്രവർത്തകരോട് അല്ലെങ്കിൽ അവിടെ എത്തിയ നാട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരും പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലായില്ല ആ കുട്ടി പുറകിലുണ്ടായിരുന്നു എന്നത്. ഒന്ന്, മുകളിൽ നിന്നും റൂഫ് കത്തി താഴേക്ക് വീഴുമ്പോൾ അവരുടെ മുകളിലാണ് ഒരു കവർ പോലെ ഒരു വലയം ചെയ്താണ് ആ കത്തൽ നടക്കുക. അതുകൊണ്ട് ആ കത്തലിൻ്റെ അടിയിലൊരു ആളുണ്ട് എന്നതിനെക്കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ അവരത് തുറക്കാനൊക്കെ ഒരു ഭഗീരഥ പ്രയത്നം ചെയ്യുകയും രക്ഷാപ്രവർത്തനം ചെയ്തൊരു യുവാവിൻ്റെ കൈക്ക് വലിയ മുറിവ് പറ്റുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് അവരെ കഴിയുന്ന രീതിയിലൊക്കെ അവർ ചെയ്തെങ്കിലും അത് തുറക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഇന്ന് തന്നെ നമ്മൾ ഈ തെളിവെടുപ്പിന് വേണ്ടി ഫോറൻസിക് വിദഗ്ധരും പോലീസും ഒക്കെ എത്തിയപ്പോഴും ഏറെ ഭാരപ്പെട്ടാണ് ആ ഓരോ ഭാഗവും തുറക്കുകയും മറ്റുമൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്തരമൊരു അപകടമായാണ് ഇതിനെ കണക്കാക്കാൻ കഴിയുന്നത്. പോലീസ് എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കും. ഈ 3 ഘടകങ്ങൾ പോലീസിൻ്റെ പ്രാഥമിക പരിശോധനയിൽ ടാങ്കിന് പ്രശ്നമില്ല, AC ഭാഗത്ത് പ്രശ്നമില്ല, എൻജിൻ ഭാഗത്തും പ്രശ്നമില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച കൃത്യമായൊരു പരിശോധന അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടികളും ഏതാണ്ട് ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കാം. ഈ മൃതശരീരത്തിനുണ്ടായ വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ എന്തായാലും മറ്റ് സാങ്കേതിക തകരാറൊന്നും കാറിന് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. അതുകൊണ്ട് തന്നെയാണ് ഈ മരണത്തിൽ ദുരൂഹത സംശയിക്കുന്നത്. എന്തായാലും സോനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഈ അപകടത്തിൻ്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്.
വനംവകുപ്പെടുത്ത പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് തിരിച്ചടി. വേടന്റെ കഴുത്തിലണിഞ്ഞ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ചു. കൊൽക്കത്തയിലെ സുവോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. 3 വർഷം വരെയും തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിൽ വേടനെതിരെ ഉടൻ കുറ്റപത്രം സമർപ്പിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ റാപ്പ് സംഗീതത്തിലൂടെ പുതുതലമുറയുടെ മനസ്സിൽ വലിയൊരു താരപരിവേഷം ഉണ്ടായിരുന്ന വേടൻ ഈ പുലിപ്പല്ല് കേസോടുകൂടിയാണ് വിവാദ നായകനായി വരുന്നത്. പിന്നീട് തുടർച്ചയായി മറ്റു പല കേസുകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും പക്ഷെ അവിടെയൊക്കെ വേടൻ ഈ ഒരു പരിധിവരെയും ജാമ്യം കിട്ടി മറ്റ് നിയമപോരാട്ടവുമായി മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഈ പുലിപ്പല്ല് യഥാർത്ഥമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഉടൻ കുറ്റപത്രം സമർപ്പിക്കാനൊരുങ്ങുന്നു. എന്താണ് കണ്ടെത്തൽ ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോം, ഈ പുലിപ്പല്ല് പിടിച്ചതുമായി ബന്ധപ്പെട്ട അന്ന് വനം വകുപ്പ് പറഞ്ഞത് അത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയെന്നാണ്. വനം വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ അങ്ങനെ കണ്ടെത്തിയിരുന്നു. പക്ഷേ വേടനെ അനുകൂലിക്കുന്നവർ ഇത് വനം വകുപ്പ് പറയുന്നത് തെറ്റാണ്, വേടനെ മനഃപൂർവ്വം കുടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് എന്നൊക്കെയായിരുന്നു വിശദീകരിച്ചത്. അതിന് കാരണം റാപ്പർ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരുന്നു. അതിന് പിന്നാലെ ആയിരുന്നു കഞ്ചാവ്, കുറഞ്ഞ അളവിലുള്ള കഞ്ചാവായിരുന്നു. അതിൽ വേടന് ജാമ്യം കിട്ടി. പക്ഷേ അപ്പോഴാണ് പോലീസ് കണ്ടെത്തിയത് വേടന്റെ കഴുത്തിലണിഞ്ഞ മാലയിലുണ്ടായിരുന്ന ലോക്കറ്റ് അത് ഒറിജിനൽ പുലിപ്പല്ലാണെന്ന് പോലീസ് വനം വകുപ്പിനെ അറിയിച്ചത്. പിന്നീടാണ് വനം വകുപ്പ് വീണ്ടും വേടനെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോഴായിരുന്നു പലരും വാദവുമായി വന്നത്. അതായത് വേടനെ ഇരയാക്കുകയാണ്, വേടനെ മനഃപൂർവ്വം വേടനെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന കഥയാണെന്ന തരത്തിലൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുകയും പിന്നീട് ആ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ കടന്നിരുന്നു. എന്തായാലും ഇതിനെ തുടർന്നാണ് വനം വകുപ്പ് ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി കൊൽക്കത്തയിലെ ലാബിലേക്ക് അയച്ചത്. ആ ലാബിന്റെ പരിശോധനാ ഫലം 3 ദിവസം മുൻപാണ് വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് റാപ്പർ വേടന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല അത് പുലിപ്പല്ല് തന്നെയാണ്, അത് ഒറിജിനൽ തന്നെയാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷം വരെ കഠിനമായ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് വേടൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിചാരണ വേടൻ നേരിട്ടേ മതിയാകൂ എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. ഈ പകർപ്പ്, അതായത് ഈ ഒരു പരിശോധനാ ഫലം കോടതിയിൽ എത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം ഇനി കോടതിയിൽ നിന്നും കോപ്പി ആവശ്യപ്പെടും. അതിനുശേഷം കുറ്റപത്രം അടക്കം സമർപ്പിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വേടൻ അന്ന് പറഞ്ഞത് ഇത് പുലിപ്പല്ല് തന്നെയാണ്, പക്ഷേ ഇത് തനിക്കൊരു സുഹൃത്താണ് തന്നത്. ഒരു പരിപാടിയുടെ ഭാഗമായി പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാൾ, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു രജിത് കുമ്പിടി എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ തന്നതാണ്, ഒരു പരിപാടിക്ക് പോയപ്പോൾ അവിടെ വെച്ച് തനിക്ക് സമ്മാനിച്ചതാണ്, അതിനെക്കുറിച്ച് മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ള വിശദീകരണമാണ് വേടൻ പറഞ്ഞത്. പിന്നീട് പോലീസ് രജിത് കുമ്പിടി എന്നൊരാളെ അന്വേഷിച്ച് ഇറങ്ങിയിരുന്നു. പക്ഷെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അയാൾ അപ്പോഴേക്കും വിദേശത്തേക്ക് കടന്നു കളയുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രജിത് കുമ്പിടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നീ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. എന്തായാലും വേടനെ 1ാം പ്രതിയാക്കിക്കൊണ്ടുള്ള ഒരു കുറ്റപത്രമായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വേടൻ മാത്രമാണോ പ്രതിപ്പട്ടികയിലുള്ളത്? വേടന് ഈ പുലിപ്പല്ല് നൽകിയെന്ന് പറയപ്പെടുന്ന ആളെ കണ്ടെത്താനുള്ള നീക്കം ഊർജിതമായി നടക്കുന്നുണ്ടോ? അയാളും പ്രതിപ്പട്ടികയിൽ വരുമോ? നിലവിൽ അയാൾ പ്രതിയാണ്, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയാണ്. പക്ഷെ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അയാൾ വിദേശത്താണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് അയാളെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ വിദേശത്ത് എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്തുന്നതിനൊക്കെ ഒരു പരിമിതി ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അയാളെ കണ്ടെത്തും. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ കേസിന്റെ ഭാഗമായോ ഇയാളെ കണ്ടെത്തുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നത്. നിലവിൽ വേടനെ മാത്രം പ്രതിയാക്കിയായിരിക്കും, അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ വേടനായിരിക്കും 1ാം പ്രതി. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉടനെ തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പുലിപ്പല്ല് കേസിൽ ജാമ്യം കിട്ടിയതിനു ശേഷം പോലീസിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഈ തിങ്കളാഴ്ച എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച അന്വേഷണ സംഘത്തോട് സഹകരിക്കണം, ചോദ്യം ചെയ്യലിൽ സഹകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ചില വ്യവസ്ഥയോടുകൂടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ആ സമയത്ത് തന്നെ വേടൻ കോടതിയിൽ വരികയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് വേടനെതിരായിട്ടുള്ള
ലൈംഗിക പീഡന പരാതിയും ഒക്കെ ഉയർന്നു വന്നത്. അങ്ങനെ ആദ്യം കഞ്ചാവ് കേസിൽ തുടങ്ങി, പിന്നെ പുലിപ്പല്ല് പീഡന പരാതി, അങ്ങനെ ഓരോ പരാതികളായി ഒന്നിനു പിറകെ ഒന്നായി വേടൻ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിൽ പുലിപ്പല്ല് കേസിൽ വനംവകുപ്പ് കേസെടുത്തപ്പോഴാണ് വേടനെ മനഃപൂർവ്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിയായി ഇതിനെ വ്യാഖ്യാനിച്ചത്. പക്ഷെ ഇപ്പോൾ വേടന് തിരിച്ചടിയായിരിക്കുകയാണ്. പുലിപ്പല്ല് ഒറിജിനൽ എന്ന് തന്നെയാണ് പരിശോധന ഫലം വന്നിരിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വേടന്റെ കൈവശമുണ്ടായിരുന്ന, അതായത് വേടന്റെ കഴുത്തിലുണ്ടായിരുന്നത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. വിശദമായ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഉടൻ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഇടവേള. ഞങ്ങളെ പഴയ ബന്ധങ്ങൾ തിരിഞ്ഞു നോക്കി അറിയാം. ഞങ്ങൾ ഇടയ്ക്ക് യാത്ര ചെയ്യുന്നവര്, ഒന്നിച്ച് യാത്ര ചെയ്യുന്നവര്, ഞങ്ങൾ അങ്ങനെ ബാല്യകാല സൗഹൃദങ്ങളുള്ള നല്ല രാഷ്ട്രീയത്തിൽ, ബാല്യകാല കൊച്ചുനാളിലല്ല, രാഷ്ട്രീയത്തിൽ വരാൻ തുടങ്ങിയ കാലം തൊട്ട്. അപ്പൊ ഇതൊക്കെ നടക്കും. പക്ഷെ പാർട്ടി എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരു കണ്ണിയാണ്. എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അതിനെയെല്ലാം ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു കണ്ണിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദാറ്റ്സ് ഓൾ. അല്ല, അതില്ല. മുതിർന്ന പാർട്ടി നേതാക്കളുമായിട്ട് എല്ലാവരായിട്ടും ചർച്ച ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഇവിടെ ഞങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനവും ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് പ്രസിഡന്റിന്റെയും ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുടെയും അംഗീകാരം വാങ്ങിച്ചു തരേണ്ട ആളുകൂടിയാണ് അദ്ദേഹം. അദ്ദേഹം വഴിയാണ് ഈ പേപ്പറെല്ലാം, ഈ അപ്രൂവലിന് വേണ്ടിയുള്ള പേപ്പറെല്ലാം പോകുന്നത്. അദ്ദേഹമായിട്ട് സംസാരിക്കും. ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും കോൺഗ്രസിൽ നടന്നില്ല. നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളുടെ കുറച്ച് ആളുകൾ, എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല, കുറേ നാളുകളായിട്ട് ഏതാണ്ട് ശത്രുക്കളെ പോലെയുള്ള ആളുകളായിട്ടാണ് ഞങ്ങളൊക്കെ പെരുമാറിയത്. ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ അദ്ദേഹം വളരെ ഉയർന്ന സ്ഥാനത്ത്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ സംഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി രാഷ്ട്രീയ കാലത്ത് ഒരേ കോളേജിൽ പഠിച്ച് ഒരേ സൗഹൃദം പങ്കിട്ട്, ഞങ്ങളെ AK ആന്റണി മന്ത്രിസഭ ഉള്ള കാലത്ത് ഞങ്ങളെ കാണുമ്പോൾ തന്നെ AK ആന്റണി പറയും, വലിയ കൂട്ടുകാർ വരുന്നെന്ന് പറയും. ഞങ്ങൾ ഒരുമിച്ച് ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ആളുകളല്ല. ഒരുമിച്ച് യാത്ര ചെയ്യുന്നുള്ളതിന് ഒരു ബന്ധം വേണ്ടേ? ഒരുമിച്ച് യാത്ര ചെയ്യാൻ, ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം യാത്ര ചെയ്താൽ രണ്ടാമത് ആരെങ്കിലും പോവോ? അത്രയും ആത്മബന്ധം ഞങ്ങളെല്ലാവരും തമ്മിൽ ഉണ്ട്. പിന്നെ രാഷ്ട്രീയത്തിലാണ് പല അവസരങ്ങളും പല രീതിയിലും പല തരത്തിലും വരും. അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിസഭയിലും ഇരുന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. കേന്ദ്രമന്ത്രിയായും സംസ്ഥാന മന്ത്രിയായും ഇരുന്ന് കോൺഗ്രസിന്റെ അകത്ത് ഇന്ന് ഒരാൾക്ക് ആകാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുള്ളൂ. കേരളത്തിലെ സംഘടനാപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഈ മന്ത്രിസഭാ രൂപീകരണം, അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാം ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങൾ ചെയ്യല്ലേ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു വിഷയവും തർക്കത്തിലില്ല. ഞങ്ങൾ 10 മിനിറ്റ് 15 മിനിറ്റായി ഇരുന്നാൽ തീരാത്ത ഒരു വിഷയത്തിൻ്റെ അകത്തില്ല. അദ്ദേഹം പറയുന്നത് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത് തന്നെ ആയിരിക്കും അതായിരിക്കും കറക്റ്റ് എന്ന് പറയും. എനിക്കെന്തെങ്കിലും തെറ്റിയാൽ അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്ത് ആർക്കെങ്കിലും വേണ്ടി വാശി പിടിക്കുകയോ ആരെയും വെക്കരുതെന്ന് വാശി പിടിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. നിങ്ങൾ ദയവ് ചെയ്ത് ഞങ്ങളെയൊന്നും അത്ര ഇതായിട്ട് കാണല്ലേ, അത്ര മോശമായിട്ട് കാണല്ലേ. അതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ വെറുതെ പറഞ്ഞതല്ല. വളരെ വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു പാർട്ടി നേതൃത്വം ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിനുണ്ട്, UDFനുണ്ട്. നല്ല കൂടിയാലോചനകൾ. നിങ്ങളൊന്നും വിചാരിച്ചില്ലല്ലോ ഈ തിങ്കളാഴ്ച ഈ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന്. എത്ര വേഗത്തിലാണ് UDFലെ ചർച്ചകൾ നടക്കുന്നത്, എത്ര വേഗത്തിലാണ് കോൺഗ്രസിന്റെ ചർച്ചകൾ നടക്കുന്നത്. നാളെ ഉച്ച കഴിയുമ്പോഴേക്കും ഗവർണർക്ക് കൊണ്ടുപോയി ലിസ്റ്റ് സമർപ്പിക്കും. CPMന് പോലും പറ്റിയിട്ടില്ല, കേരളത്തിൽ പറ്റിയിട്ടില്ല, ഇല്ല. അതാണ്. അപ്പം അത് ഇനി അതിൽ നിന്നൊക്കെ ഫോക്കസ് മാറ്റി നിങ്ങൾ കേരളത്തെക്കുറിച്ചൊരു ഫോക്കസ് ആക്കി, കേരളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, വിവിധ സബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഫോക്കസ് ആക്കി. ഇതിലൊന്നും ഇനി ഒരു റെലവൻസും ഇല്ല. ഞാൻ പറഞ്ഞത് അഭിമാനമാണ് എനിക്കുള്ളത്. ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് നടന്ന പാർട്ടിയാണ് കോൺഗ്രസ്. എത്രയോ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കാൻ, മന്ത്രിമാരെ തീരുമാനിക്കാൻ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് KC വേണുഗോപാൽ. അദ്ദേഹം ഇതിനകത്തൊക്കെ വളരെ അനാവശ്യമായ ഒരു ഇടപെടലും നടത്താതെ
നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ച് നിന്ന ഒരാളാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ആളല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരത്തിന് മുമ്പ് കൊടുക്കണ്ടേ ലിസ്റ്റ്, ഗവർണർക്ക് കൊടുക്കണ്ടേ. അതിനു മുമ്പ് വേറെ ആരോടും പറയില്ല, നിങ്ങളോട് മാത്രം പറയും. അതൊക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മതി, അത് ടെൻഷൻ വേണ്ട, നിങ്ങളൊരു ടെൻഷൻ എടുക്കണ്ട. അതൊക്കെ ഒരു പ്രശ്നമില്ല, അത് 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 മനസ്സിലാക്കിക്കോ, ഒരു പ്രശ്നമില്ല. അതായത് അങ്ങനെ ഒരു പല കാര്യങ്ങളും മറ്റുള്ള അല്ലാതൊരു വാശിയുടെയോ പ്രതികാരത്തിന്റെയോ അങ്ങനത്തെ ഒഴിവാക്കലിന്റെയോ ഒന്നും ഒരു വിഷയമില്ല അതിൻ്റെ അകത്ത്. നിങ്ങൾ ഒരില്ല. അല്ല, അതൊക്കെ കുടുംബത്തിലുണ്ടാകണ പോലെ വീട്ടിലുണ്ടാകാറില്ല ഇടയ്ക്ക്, നമ്മുടെ വീട്ടില് അത്രയല്ലേ, അത് തന്നെ, അത്രയും അതുപോലില്ല. ഓക്കെ, താങ്ക് യു. കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനും കെ സി വേണുഗോപാലും ഒന്നിച്ച് മാധ്യമങ്ങളെ കണ്ടത്. നേരത്തെ നമുക്കറിയാം, ഇത് ഇരുവരും തമ്മിൽ മുഖ്യമന്ത്രി പദവിയുമായി ബന്ധപ്പെട്ട് പല തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അതിനുശേഷം ഈ ഒരു ഗ്രൂപ്പ് തർക്കത്തിന് ഒരു പരിഹാരമായിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. എന്തായാലും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ വി ഡി സതീശനും നൽകിയിട്ടുണ്ട്. വി അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺ, എന്തായാലും കോൺഗ്രസിന് 10-ലധികം മന്ത്രിമാരുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഇപ്പോഴും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമോ? അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി പദവി കൊടുക്കുമോ? അതോടൊപ്പം കെ സി പക്ഷത്തിന് എത്ര മന്ത്രിമാരുണ്ടാകും? ഘടകകക്ഷികൾക്ക് മുസ്ലിം ലീഗ് 5 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ലീഗിന് എത്ര മന്ത്രി? കേരള കോൺഗ്രസിന് എത്ര മന്ത്രി? അതോടൊപ്പം മറ്റ് ഘടകകക്ഷികൾ, അതായത് ഒരു MLA ഉള്ള നിരവധി ഘടകകക്ഷികളുണ്ട്, അവരെയൊക്കെ ഏത് രീതി പരിഗണിക്കും? ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങളിൽ ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടുണ്ടോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സി വേണുഗോപാലും വി ഡി സതീശനുമായുള്ള കൂടിക്കാഴ്ച, അത് ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച എന്ന് പറയാൻ കാരണം രണ്ടുപേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട പേരുകളാണ്. കെ സി വേണുഗോപാലിന് കൂടുതൽ MLA-മാരുടെ പിന്തുണ, കോൺഗ്രസിന്റെ സംഘടനാ രീതി അനുസരിച്ചും അവരുടെ പാർട്ടി കീഴ്വഴക്കം അനുസരിച്ചുമൊക്കെ നിയമസഭാ കക്ഷിയിൽ ആർക്കാണോ പിന്തുണ കൂടുതൽ, ആർക്കാണോ കൂടുതൽ MLA-മാരുടെ പിന്തുണ ഉള്ളത്, അവർ മുഖ്യമന്ത്രിയെ വരിക എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ഹൈക്കമാൻഡ് അതല്ല പരിഗണിച്ചത്. ആ ഒരു പിന്തുണ മാത്രമല്ല പരിഗണിച്ചത്. സംസ്ഥാനത്തെ ഒരു ജനകീയ പിന്തുണയുണ്ട്, പൊതു രാഷ്ട്രീയ സാഹചര്യമുണ്ട്, ഘടകകക്ഷികളുടെ നിലപാടുണ്ട്, മുതിർന്ന നേതാക്കളുടെ അഭിപ്രായമുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കെ സി വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ ദേശീയതലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് മുന്നണിയെ നയിച്ച, പ്രതിപക്ഷത്തെ നയിച്ച വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത്. വലിയ അതൃപ്തി കെ സി വേണുഗോപാലും അദ്ദേഹത്തിനൊപ്പമുള്ളവർക്കും ഇതുണ്ടാക്കിയിരുന്നു. വലിയ മനോവേദനയുണ്ട് എന്ന് പല നേതാക്കളും തുറന്നു പറയുകയും ചെയ്തു. വലിയ ഗൂഢാലോചന കെ സി വേണുഗോപാലിനെ അവമാനിക്കാൻ നടത്തിയതിന് പിന്നിലുണ്ട് എന്ന് ആരോപിച്ചു. ഇന്നലെയും എന്തിനെന്നെ ഇങ്ങനെ പിച്ച് ചെയ്യുന്നു എന്ന് കെ സി വേണുഗോപാലിനെ പോലെ മുതിർന്ന നേതാവ് പരസ്യമായി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഉള്ള കെ സി വേണുഗോപാലിനെ അനുനയിപ്പിക്കുക കൂടിയാണ് വി ഡി സതീശൻ ഇന്നത്തെ സന്ദർശനത്തിന്റെ ഉദ്ദേശ്യം. അദ്ദേഹം ഈ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു തൊട്ട് പിന്നാലെ എ കെ ആന്റണിയെ കണ്ടിരുന്നു. പിന്നീട് എല്ലാ നേതാക്കളെയും, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഇന്നലെയും ഇന്നും അദ്ദേഹം കണ്ടു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കാണുന്നതിന്റെ ഭാഗമായിരുന്നു ഈ കൂടിക്കാഴ്ച. കെ സി വേണുഗോപാലുമായി കാണുമ്പോൾ ഒരുപക്ഷെ അതിനപ്പുറത്തെ കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കെ സി വേണുഗോപാലിന്റെ അനുയായികളായ 6-ലേറെ പേർ, 1/2 ഡസനിലേറെ പേർ മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. കെ സി വേണുഗോപാൽ അവരെല്ലാം തന്റെ അനുയായികളിൽ പ്രധാനികളെയൊക്കെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയായി ഉള്ള ചർച്ചകൾ ഒരുപക്ഷെ നടന്നേക്കും. രമേശ് ചെന്നിത്തലയെ കണ്ടതും ഈ 2ാം ദിവസം കണ്ടതും അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന നിലപാടാണ് ആദ്യം സ്വീകരിച്ചത്. പിന്നീട് ആഭ്യന്തര വകുപ്പ് നൽകിയാൽ മന്ത്രിസഭയിലേക്ക് വരാമെന്ന നിലപാട് ഭയപ്പെടുത്തി. ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്
ധനവകുപ്പാകും നൽകുക. ധനവകുപ്പ് മാത്രം ലഭിച്ചാൽ ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല അദ്ദേഹം തന്റെ മന്ത്രിസ്ഥാനത്തിന് പുറമെ അനുയായികളായ അൻവർ സാദത്ത്, ഐ സി ബാലകൃഷ്ണൻ എന്നിവർക്ക് കൂടി മന്ത്രിസ്ഥാനം വേണമെന്ന കടുത്ത നിലപാടിൽ ചെന്നിത്തലയുണ്ട്. അതെങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഘടകകക്ഷികളുമായി രാവിലെ ഒരു റൗണ്ട്, ഇന്നലെ UDF യോഗം ചേർന്നിരുന്നു. ഇന്ന് രാവിലെ ഒരു റൗണ്ട് ചർച്ച കോൺഗ്രസ് നേതൃത്വം VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചർച്ച നടത്തി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കാണാമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. 5 സീറ്റ് ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ 4 സീറ്റും ഒരു ക്യാബിനറ്റ് പദവിയും നൽകാമെന്ന ഒരു അഭിപ്രായം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ലീഗ് അത് പൂർണ്ണമായും സ്വീകരിച്ചിട്ടില്ല. ലീഗിലെ പാണക്കാട് സാദിഖലി ശിഹാബ് അടക്കമുള്ളവരെ നേരത്തെ പാലക്കാട് ഹാളിലെത്തി പ്രതിപക്ഷ നേതാവ് VD നിയുക്ത സതീശൻ ചർച്ച നടത്തിയിരുന്നു. അതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ നാളെ തന്നെ ഈ പട്ടിക കൈമാറും, ഒരു തർക്കവുമില്ല, അസ്വാരസ്യമില്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കരുണാകരൻ ഹൗസിൽ ചർച്ചകൾ തുടരും. പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അദ്ദേഹം മുന്നണി നേതൃത്വം കാണുന്നുണ്ട്. ഘടകകക്ഷികളുമായ കാര്യങ്ങൾക്ക് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ആഭ്യന്തരമില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ആഭ്യന്തരം കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ സംസ്ഥാന സർക്കാർ, അതായത് UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്നതാണ് പ്രധാനമായും പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് VD സതീശൻ തയ്യാറാകുമോ? മാത്രമല്ല ഒരുപക്ഷെ അങ്ങനെ ഒരു 2 അധികാര ധ്രുവങ്ങൾ ഉണ്ടെങ്കിൽ KC വേണുഗോപാലിനും കാര്യങ്ങൾ എളുപ്പമായിരിക്കും. പക്ഷേ അത് പാർട്ടിയിൽ വലിയ വീണ്ടും ഗ്രൂപ്പിസത്തിലേക്ക് കൂടുതൽ ശക്തമാകാനുള്ളൊരു സാധ്യതയുണ്ടോ? ആ രീതിയിൽ ഈ കോൺഗ്രസ് വൃത്തങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? അങ്ങനെ ഒരു അനുനയത്തിനുള്ള സാധ്യത, അല്ലെങ്കിൽ VD സതീശൻ ആഭ്യന്തരം വിട്ടു നൽകാനുള്ളൊരു സാധ്യതയുണ്ടോ? ആഭ്യന്തരം വിട്ടു നൽകിയ സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി ഏറ്റവും ശക്തമായ വകുപ്പ് ആഭ്യന്തരം തന്നെയാണ്. ആഭ്യന്തരമന്ത്രി കൂടിയാകും ഇപ്പോഴും മുഖ്യമന്ത്രിമാർ. എന്നാൽ ഉമ്മൻചാണ്ടി അതിന് വ്യത്യസ്തമായി ആഭ്യന്തര വകുപ്പ് നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്ക് 2011 വിട്ടു നൽകിയിരുന്നു. അത് അത്ര വലിയൊരു ആ ഒരു ഹൃദയവിശാലത VD സതീശന് കാണിക്കുമെന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ഒരുപക്ഷെ ഇനി ഹൈക്കമാൻഡിലൊക്കെ വലിയ തർക്കങ്ങൾ സമ്മർദ്ദം വന്നാൽ സതീശൻ പിന്മാറിയേക്കാം. അല്ലെങ്കിൽ ധനവകുപ്പ് തന്നെ രമേശ് ചെന്നിത്തല ഭരിക്കട്ടെ എന്ന നിലപാടുകളുടെ VD സതീശൻ ഇപ്പോൾ ഉള്ളത് കാര്യമായി മാറ്റാൻ സാധ്യത കുറവാണെങ്കിൽ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ KC വേണുഗോപാൽ ഉൾപ്പെടെ തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. ഏതായാലും മന്ത്രിസഭയിൽ ഭൂരിപക്ഷവും KC വേണുഗോപാൽ അനുയായികളായിരിക്കും. 6-7 പേർ അവിടെ ഉണ്ടാകും. IP അനിൽകുമാർ ഉൾപ്പെടെ 6-7 പേർ അവിടെ ഉണ്ടായാൽ പിന്നീട് രമേശ് ചെന്നിത്തല അനുകൂലിക്കുന്നവർ കൂടി വന്നാൽ 2 പേരെങ്കിലും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണം ചെന്നിത്തല കൂടാതെ എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഉള്ളത്. IC ബാലകൃഷ്ണൻ, അൻവർ സാദത്ത് നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്ക് കാര്യമായ ഒരു സ്വാധീനമില്ലാത്ത അവസ്ഥ വന്നു. 2006 VS സർക്കാരിന്റെ കാലത്ത് VS മുഖ്യമന്ത്രിയാവുകയും എന്നാൽ പാർട്ടിയുടെ നിയന്ത്രണം പൂർണ്ണമായും VS-ൽ നിന്ന് മാറുകയും ചെയ്തു. സർക്കാരിന്റെ നിയന്ത്രണം പോലും പലപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ കേന്ദ്രീകരിച്ചു. മന്ത്രിമാർ ഏതാണ്ട് 90% VS-നെ എതിർ നിലപാടെടുക്കുന്നവർ അല്ലെങ്കിൽ പിണറായി പക്ഷ നിലപാടുകൾ എടുക്കുന്നവരായിരുന്നു. ഘടകകക്ഷിയുടെ പിന്തുണയോട് കൂടിയാണെന്ന് VS പല നിർണായക തീരുമാനങ്ങളും എടുത്തത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് VD സതീശൻ വരുമ്പോൾ ആശങ്ക അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ക്യാമ്പിന് ഉണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്ത് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് VD സതീശൻ എത്തുകയുള്ളൂ. അങ്ങനെ തന്റെ അപ്രമാദിത്വം, തന്റെ മേൽക്കൈ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് സതീശൻ കടക്കില്ലെന്ന് കരുതുന്നവരാണ് ഏറെയും. യെസ്, വ്യക്തമാണ്. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇരു നേതാക്കളും തമ്മിലുള്ള ഒരു തർക്കത്തിന് പരിഹാരമായി എന്ന് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത് ഇനി മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വീണ്ടും തർക്കമുണ്ടാകുമോ, രമേശ് ചെന്നിത്തലയെ അന്വയിപ്പിക്കാൻ കഴിയുമോ എന്ന കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിനി പോകുന്നത്. ചൈനയിൽ നിന്ന് വെറും കൈയോടെ മടങ്ങി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2 ദിവസം നീണ്ടുനിന്ന സന്ദർശനത്തിൽ പ്രധാന കരാറുകളിലൊന്നും ഒപ്പുവെച്ചില്ല. ഇറാൻ വിഷയത്തിലും ചൈനീസ് പിന്തുണ ഉറപ്പാക്കാനാകാതെയാണ് ട്രംപ് US-ലെത്തിയത്. അതേസമയം ചർച്ച വൻ വിജയമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. That was a great success. It was fantastic, sir. We made great deals. We did great trade deals. We had great relationships, and a lot of things have happened, and you'll be hearing about them. But
that was a tremendous success. I think it really was a historic moment. Thank you very much. വിവരങ്ങളുമായി അജയ് സുധാ ബിജു ചേരുന്നു. അജയ്, യഥാർത്ഥത്തിൽ ഈ ട്രംപിൻ്റെ ഈ ചൈന സന്ദർശനത്തിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? കാരണം ചൈനയുമായി മറ്റ് പ്രത്യേക കരാറുകളൊന്നും ഒപ്പുവെച്ചില്ല, വെറും കൈയോടെ മടങ്ങേണ്ട സാഹചര്യം. പക്ഷേ ഈ ചർച്ച വൻ വിജയമെന്ന് പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിരവധി ലക്ഷ്യങ്ങളോടെയാണ് ട്രംപ് ചൈനയിലേക്ക് പോയത്. ഇക്കാര്യം ട്രംപ് ചൈനയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ സമവായം ഉണ്ടാകുമെന്ന് ലോകത്തുള്ളവർ ഉറ്റുനോക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു സൂചിപ്പിക്കേണ്ടത് ഇറാൻ വിഷയം തന്നെയായിരുന്നു. ഇറാൻ സംഘർഷം അതിലൊരു പ്രത്യേകിച്ച് ഒരു സമവായമാകാതെ നിൽക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ ഇപ്പോഴും കപ്പലുകൾ സുഗമമായി കടന്നു പോകുന്നില്ല. അതുപോലെ നിരവധി പല രാജ്യങ്ങളിലുള്ള ഇന്ധന വിലയിലുള്ള വർധനവ്, ഇന്ധനക്ഷാമം, ഇതെല്ലാം സജീവമായി തന്നെ നിലനിൽക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ അതിൻ്റെ പ്രതിഫലനങ്ങൾ വളരെ വ്യാപകമായി നമുക്ക് കാണാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ചൈന സന്ദർശനത്തിന് ശേഷം പലവിധ സാധ്യതകൾ യുദ്ധത്തിൽ നമ്മൾ കണ്ടിരുന്നു. അതായത് ട്രംപ് ചൈനീസ് സന്ദർശനത്തിന് ശേഷം ചൈനയുടെ കൂടി ഒരു സഹായത്തോടെ ഇറാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഒരു സമവായം, അതെല്ലാം ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ ഇറാൻ വിഷയം വെറുതെ ചർച്ചയായതല്ലാതെ പ്രത്യേകിച്ച് ഒരു കരാറോ അല്ലെങ്കിൽ സംയുക്ത പ്രസ്താവനയോ ഒന്നും തന്നെ ചൈനയുടെയും US-ൻ്റെയും ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല എന്നുള്ളത് തീർത്തും നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ട്രംപ് പറഞ്ഞത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായിട്ട് ഇറാന്റെ വിഷയം ദീർഘനേരം സംസാരിക്കുകയുണ്ടായി. ഇറാന് ചൈന നൽകുന്ന സൈനിക പിന്തുണ ഇനി മുതൽ നൽകില്ല എന്ന് ചൈന തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതായിട്ടാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ചൈന ഇറാനുമായിട്ട് ഈ ഇറാനിൽ ഒരു ആണവായുധം ഉണ്ടാക്കുന്നതിനെ ചൈനയും പൂർണ്ണമായിട്ട് എതിർക്കുന്നൊരു വിഷയമാണ്. അപ്പോൾ അതും ഷീ ജിൻ പിങ് തന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷേ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഈ ട്രംപ് പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു സ്ഥിരീകരണവും വരുന്നില്ല. അതുപോലെ തന്നെ ഒരു സംയുക്ത പ്രസ്താവനയും ചൈനയുടെയും US-ൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ US നിരവധി ഒരു പദ്ധതികൾ ഇപ്പോൾ ചൈനയുമായി നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാര കരാർ തന്നെയായിരുന്നു. ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധം തന്നെ നിലവിൽ വന്നിരുന്നു. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലെ അമേരിക്ക തീരുവ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പ്രതികാരമായിട്ട് അമേരിക്കയിൽ നിന്ന് സോയാബീനും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും വാങ്ങില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുന്നു. അതുപോലെ തിരിച്ച് ചൈനയിലുള്ള നിരവധി കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുന്നു. ഇത് കാരണം റെയർ എർത്ത് എലമെന്റ്സും അതുപോലെ മറ്റ് AI, അതുപോലെ ചിപ്പുകൾ തുടങ്ങിയിട്ടുള്ള നിരവധി സാങ്കേതിക വിദ്യകൾ ലഭിക്കാതെ അമേരിക്കയിലുള്ള ടെക് കമ്പനികൾ ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥ വരെയുണ്ടായി. ഇപ്പോൾ ഒരു താൽക്കാലികമായി ഒരു വ്യാപാര ഉടമ്പടിയിലൂടെയാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അത് ഈ വരുന്ന നവംബറിൽ അത് എക്സ്പയർ ആവും. എന്നാൽ അതിനുശേഷമുള്ള വ്യാപാരത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയും അമേരിക്കയ്ക്കും അതുപോലെ ഇറാനുമിടയിൽ നിലവിൽ രൂപീകരിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള ഒരു വ്യാപാര കരാറോ അല്ലെങ്കിൽ വ്യാപാര ധാരണയോ ഇല്ലാതെയാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും അതുപോലെ ട്രംപും ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. ട്രംപ് അവകാശപ്പെടുന്നത് അമേരിക്കയിൽ നിന്ന് നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ചൈന ഉറപ്പ് നൽകിയിട്ടുള്ളതായിട്ടും അതുപോലെ ബോയിങ്ങുമായി ഏതാണ്ട് 200ഓളം ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള കരാർ ചൈന ഒപ്പുവെച്ചുവെന്നുമാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചുള്ള യാതൊരു സ്ഥിരീകരണവും ചൈനയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടില്ല. ഇത് ഒപ്പിട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റും പുറത്തു വന്നിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു തായ്വാൻ വിഷയം. ഈ തായ്വാൻ വിഷയം നിലവിൽ വീണ്ടും ഒരു തർക്കം ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ചൈന പറയുന്നത് തായ്വാന്റെ കാര്യത്തിൽ അമേരിക്ക അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും, അത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നാണ് ചൈന പറയുന്നത്. എന്നാൽ ട്രംപ് ഇപ്പോൾ മാധ്യമങ്ങളോട് അവിടെയും ഇവിടെയും തൊടാതെയുള്ളൊരു നിലപാടാണ് തായ്വാൻ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ട്രംപ് പറയുന്നത് തായ്വാന് നേരത്തെ നൽകുമെന്ന് നിശ്ചയിച്ചിട്ടുള്ള ആയുധങ്ങൾ അത് നൽകുന്ന കാര്യം പൂർണ്ണമായി തീരുമാനിച്ചിട്ടില്ല എന്നാണ്. നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്ക തായ്വാനുമായിട്ട് കൂടുതൽ അടുക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. തായ്വാന് $14 ബില്യൺ ആയുധങ്ങൾ അമേരിക്ക വിൽക്കുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ $14 ബില്യൺ ആയുധങ്ങൾ വിൽക്കുന്നത് താൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാണ് നിലവിൽ ട്രംപ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ തായ്വാൻ വിഷയത്തിൽ ഉൾപ്പെടെ ട്രംപിന് തന്റെ പഴയ നിലപാട് മയപ്പെടുത്തേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്ന്
എത്തി നിൽക്കുന്നത്. അതായത് ഇറാൻ വിഷയത്തിൽ ഉൾപ്പെടെ അതുപോലെ ഈ വ്യാപാര വിഷയത്തിൽ ഉൾപ്പെടെ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ചൈനയിലേക്ക് എത്തിയ ട്രംപ് നിലവിൽ ഒന്നുമില്ലാതെ കയ്യിലുള്ളത് കൂടെ പോയ ഒരു അവസ്ഥയിലാണ് നിലവിൽ വൈറ്റ് ഹൗസിൽ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ സെപ്റ്റംബറിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് US-ലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇറാൻ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു പരിഹാരവും ഒരു ആശ്വാസവും ലോകത്തിന് ഇതിലൂടെ ലഭിക്കുന്നില്ല. വ്യക്തമാണ്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വെറും കൈയോടെയാണ് ചൈനയിൽ നിന്നും ട്രംപിന് മടങ്ങേണ്ടി വന്നത്. ചർച്ച വലിയ വിജയമായിരുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ചൈനയുടെ പിന്തുണ ലഭിച്ച മറ്റ് കരാറുകളിലൊന്നും ഒപ്പിടാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത. കോഴിക്കോട് KSRTC ബസ്സിന്റെ ഗ്ലാസ് അടിച്ചു തകർത്ത ഒരു യുവതിയുടെ ദൃശ്യങ്ങൾ ഇതിനോടകം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതായത് താൻ പറഞ്ഞ സ്ഥലത്ത് ബസ് നിർത്തിയില്ല എന്നതിൽ പ്രകോപിതയായാണ് യുവതി ബസ്സിന്റെ ചില്ലടിച്ചു തകർത്തത്. സംഭവത്തിൽ യുവതിയിൽ നിന്നും KSRTC അധികൃതർ 25,000 രൂപ പിഴ ഈടാക്കി പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. അതേസമയം യുവതിക്കെതിരെ വ്യാപകമായ സൈബർ അധിക്ഷേപമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനെതിരെ നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുന്നതായി യുവതി പറയുന്നു. നിങ്ങൾക്ക് ഇവിടെ ഷോപ്പുള്ളവര് തിരക്കും. പിഴ അടച്ചു. അവരടുത്ത് എനിക്കും കംപ്ലൈന്റ് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മളത് സോൾവ് ആക്കിയിട്ടുള്ള കേസായിരുന്നു. ഇന്നലെയാണ് സോഷ്യൽ മീഡിയയിൽ അത് ആരോ ഒരു പേജിൽ പ്രൈവറ്റ് ബസ്സിന്റെ പേജിൽ അതിട്ട് വൈറലായി. ബാക്കിയുള്ള കേരളത്തിലുള്ള എല്ലാവരും അത് എടുത്തിട്ട് ഇപ്പം സൈബർ ബുള്ളിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇത് ഇനിയും കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനിത് ഫസ്റ്റ് ഇട്ടിട്ടുള്ള പേജിൽ എൻ്റെ വിത്തൗട്ട് കൺസെന്റ് ഇത് ഇട്ടിട്ടുള്ള ആൾക്കാർക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരാളെ വ്യക്തിഹത്യ മാനഹാനി ചെയ്യാനോ ഏതൊരാൾക്കും ഇവിടെ റൈറ്റ് കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സൈബർ ബുള്ളിങ് സൈബർ അറ്റാക്ക് ചെയ്യുന്നത് ഭയങ്കര രൂക്ഷമായിട്ട് എനിക്ക് എൻ്റെ ഫാമിലി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ന്യൂസ് 18നോട് സംസാരിച്ചപ്പോൾ ഈ യുവതി മുംതാസ് പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി, അത് താൻ ഉൾക്കൊള്ളുന്നുണ്ട്, പിഴ ഈടാക്കി പിന്നീട് വിട്ടയച്ചു. പക്ഷേ ഇപ്പോൾ വ്യാപകമായി സൈബർ ബുള്ളിങ് നടക്കുന്നു, തന്നെ വ്യക്തിഹത്യ ചെയ്യുന്നു, തൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് മോശമായി പരാമർശങ്ങൾ നടത്തുന്നു. ഇതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് മുംതാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു പരിധിവരെ അതൊരു വസ്തുതയാണ്. കാരണം അവരുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്, വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ഒരു സ്ത്രീയെ പൊതുമധ്യത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നൊരു പ്രവണത അംഗീകരിക്കാൻ കഴിയാത്തതല്ലേ? എന്തായാലും യുവതി നിയമ നടപടിയുമായി മുന്നോട്ട് പോയാൽ അതൊരു പരിധിവരെ നിലനിൽക്കുമെന്ന് തന്നെ കരുതാമല്ലേ? ആ കേസ് അല്ലെങ്കിൽ ആ പരാതി നിലനിൽക്കുമെന്ന് കരുതാമല്ലേ അനീഷ്? തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന് ആസ്പദമായ ഈ ദൃശ്യങ്ങൾക്കും ഈ പരാതി കൊടുക്കാൻ തയ്യാറെടുക്കുന്നതിനും ആസ്പദമായ സംഭവങ്ങൾ ഉണ്ടായത്. കോഴിക്കോട്ട് മിംസിന് സമീപത്ത് വെച്ച് ബസ് നിർത്തണമെന്ന് ഈ യുവതി ആവശ്യപ്പെടുകയും എന്നാൽ ഈ സൂപ്പർ ഡീലക്സ് വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ പ്രീമിയം വിഭാഗത്തിലുള്ള
ബസ്സായിരുന്നു. അതുകൊണ്ട് പരിമിതമായ സ്റ്റോപ്പുകൾ മാത്രമാണ് ആ ബസ്സിനുള്ളത്. പക്ഷേ ഈ യുവതിയുടെ അഭ്യർത്ഥന മാനിക്കാൻ തയ്യാറായില്ല. അഭ്യർത്ഥന എന്ന രീതിയിലായില്ല, അല്പം ഭീഷണി കലർന്ന ഒരു സ്വരത്തിൽ തന്നെയായിരുന്നു ആ യുവതി ആ ബസ് ജീവനക്കാരോട് സംസാരിച്ചത്. ഒപ്പം അവരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുകയും ഏറ്റവും ഒടുവിൽ ആണ് ഈ അടിയന്തര രക്ഷാ കവാടത്തിന് അവിടെ ഉള്ള ചുറ്റിക ഉപയോഗിച്ച് അതിൻ്റെ ഗ്ലാസ് തകർക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. അപ്പോൾ തന്നെ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പോലീസുകാരുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയപ്പോൾ തന്നെ ആ യുവതിക്ക് ആ തെറ്റ് മനസ്സിലായി എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലൊരു ക്ഷുഭിതമായ പെരുമാറ്റം തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. തനിക്ക് ഈ ശുചിമുറിയിലൊക്കെ പോകാൻ അത്യാവശ്യമായി നിന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ വളരെ തിടുക്കപ്പെട്ട ഒരു പെരുമാറ്റം തൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാണ് പിന്നീട് സമൂഹ മാധ്യമത്തിൽ ആ കുട്ടി നൽകിയ വിശദീകരണം. അപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഈ ചില്ല് പൊട്ടിച്ചതിൻ്റെ ഒരു നഷ്ടപരിഹാരം, ഒപ്പം വാഹനം താമസിച്ചതിൻ്റെ ഒക്കെ ചേർത്ത് ഒരു 25,000 രൂപ ഈടാക്കാമെന്ന് അല്ലെങ്കിൽ നൽകാമെന്ന് ആ കുട്ടി സമ്മതിക്കുകയും ആ പണം നൽകുകയുമായിരുന്നു. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ വീഡിയോ ഒക്കെ പ്രചരിക്കുമ്പോൾ അതൊരു ബോധവൽക്കരണം എന്ന രീതിയിലൊക്കെ ആദ്യഘട്ടത്തിൽ വേണമെങ്കിൽ അതിനെ പരിഗണിക്കാം. കാരണം ഒരു യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെരുമാറ്റം ജീവനക്കാരോട് പാടുണ്ടോ അല്ലെങ്കിൽ കൃത്യമായ മാന്യതകൾ ആ സമയത്ത് പാലിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചിന്തിക്കാം. കേവലം 10-20 രൂപ കൊടുത്താൽ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി മിംസിലേക്ക് എത്താൻ കഴിയുക 25,000 രൂപ അടയ്ക്കേണ്ടി വന്നു എന്നുള്ള രീതിയിൽ സരസമായ ട്രോളുകളും ആ രീതിയിലുള്ള വിമർശനങ്ങളെയും ഒക്കെ നമുക്ക് ആ രീതിയിൽ കാണാം. പക്ഷേ അത് ഒരു പരിധി കടന്ന് അതിനെ ക്രൂരമായ ഒരു വിമർശനത്തിന് വിധേയമാക്കുന്നു. താൻ ചെയ്ത തെറ്റ് ആ കുട്ടി അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് ആ പണം അടച്ച് അവിടെ നിന്നും പോകാൻ തയ്യാറെടുക്കുകയും വാഹനത്തിലുള്ളവർക്കും അല്ലെങ്കിൽ KSRTCയിലെ ജീവനക്കാർക്കും പരാതി ഇല്ല, ആ കുട്ടിക്കും പിന്നീട് യാതൊരു പരാതിയുമില്ല എന്നൊക്കെ എഴുതി വളരെ രമ്യമായ രീതിയിൽ പരിഹരിക്കപ്പെട്ട ഒരു സാധനമാണ്. എന്തായാലും ആ സംഭവങ്ങൾക്ക് തുടർച്ചയായി പിന്നീടാണ് അത് സമൂഹ മാധ്യമത്തിൽ ഒരു പേജിൽ ഒരു പോസ്റ്റായി വരികയും അത് സമൂഹ മാധ്യമം ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്തത്. പക്ഷേ ആ ഘട്ടത്തിലും എങ്ങനെ ധാർഷ്ട്യമില്ലാതെ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ പോകുമ്പോൾ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത്. പക്ഷേ പിന്നീട് അതിൻ്റെ പരിധി കടക്കുകയും അവർ വലിയ വിലയുള്ള ബാഗ് കയ്യിൽ പിടിച്ച് തട്ടമിട്ട ഒരു കുട്ടിയായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ധാർഷ്ട്യം പുലർന്ന ഒരു പെരുമാറ്റം നടത്തുന്നു എന്ന രീതിയിലേക്കൊക്കെ വിമർശനങ്ങൾ വരികയും ചെയ്യുന്നു. അസഹിഷ്ണുതയോടെ പെരുമാറുന്ന അല്ലെങ്കിൽ ഒരാളോട് പ്രകോപനപരമായി പെരുമാറുന്നതിന് തട്ടമുണ്ടോ തട്ടമില്ലയോ എന്നൊന്നും ഒരു ഘടകമല്ല. പക്ഷേ ആ രീതിയിൽ ഒരു വർഗീയ ചുവയോടുകൂടിയുള്ള വിമർശനങ്ങൾ വലിയ രീതിയിൽ അവർക്ക് നേരെ ഉയരുന്നുണ്ട്. മറ്റൊന്ന്, ഈ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളൊക്കെ ചേർത്ത് ഈ DYFI നേതാവിൻ്റെ ഭാര്യയാണ് എന്ന രീതിയിലും നിയുക്ത MLAയുടെ പുത്രിയാണ് എന്നൊക്കെ രീതിയിലുള്ള പല തരത്തിലുള്ള ആളുകളുമായി ചേർത്ത് ഈ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരുകളുമായി ചേർത്തൊക്കെ ഇവരെ വലിയ രീതിയിൽ അപഹസിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ആദ്യഘട്ടത്തിൽ ഒരു ദാർഷ്ട്യം നിറഞ്ഞ ഒരു യുവതിയുടെ പെരുമാറ്റത്തിനുള്ള വിമർശനം എന്നതിനപ്പുറം മറ്റു പല തലങ്ങളിലേക്കും ഇപ്പോൾ വിമർശനങ്ങൾ നീളുന്നുണ്ട്. അത് തീർച്ചയായും ഒരു സൈബർ ബുള്ളിങ് തന്നെയാണ്. ഒരു യുവതിയെ കടന്നാക്രമിക്കുന്നതിനാണ്. അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി അവരതിനുള്ള പിഴയും അടച്ച് തനിക്ക് തെറ്റുപറ്റിയെന്ന് അവർ ഇപ്പോഴും സമ്മതിക്കുന്നുമുണ്ട്. അല്ലാതെ തീർച്ചയായും അനീഷ്, അതാണ് കാരണം അവരൊരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. യുവതി ചെയ്തത് തെറ്റ് തന്നെയാണ്. കാരണം ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ കയറിയാണ് തനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്, അത് പ്രത്യേകിച്ചും KSRTCയുടെ സൂപ്പർ ഡീലക്സ് ബസ്സാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബസ്സിൽ ലിമിറ്റഡ് സ്റ്റോപ്പുകളേ ഉള്ളൂ. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, അവർ പറയുന്ന സ്ഥലത്ത് ബസ് നിർത്തിയില്ല. അതിലാണ് പ്രകോപിതയായത്. പിന്നീട് വലിയ രീതിയിൽ മറ്റ് യാത്രക്കാരെ അടക്കം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് കണ്ടക്ടറും അതോടൊപ്പം മറ്റ് യാത്രക്കാരും ആ യുവതിയുടെ ദൃശ്യങ്ങളും പകർത്തുന്നത്. അതിലും തെറ്റു പറയാൻ കഴിയില്ല. പക്ഷെ ആ കേസ് സെറ്റിൽ ചെയ്യുന്നു. അതിനുശേഷം അവരുടെ ദൃശ്യങ്ങൾ വേണമെങ്കിൽ, കാരണം ഇതുപോലെ ആരും ചെയ്യരുത്, അതൊരു തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണമെങ്കിൽ ആ ദൃശ്യം പുറത്തുവിടാം. കാരണം അത് പക്ഷെ അവർ സ്ത്രീയാണ്. അവരുടെ ഒരു കൺസെൻ്റ് ഇല്ലാതെ ആ ദൃശ്യം പകർത്തുന്നത് തെറ്റാണ്. നിയമ നടപടികൾ ഉണ്ടാകാം. സ്വാഭാവികമായും ആരൊക്കെയാണ് ഈ ദൃശ്യം പ്രചരിപ്പിച്ചത്, ആദ്യമായി അപ്ലോഡ് ചെയ്ത ഫേസ്ബുക്ക് പേജ് അടക്കം അവർ പരിശോധിക്കുന്നുണ്ട്. യുവതി എന്തായാലും കടുത്ത നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണല്ലേ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും ഈ പല സാഹചര്യങ്ങളിലും ആളുകൾ പെരുമാറുന്നത് എങ്ങനെയെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും ഈ കുട്ടി പറയുന്നത് തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം KSRTC ജീവനക്കാരൊക്കെ പഴയ പോലൊന്നുമല്ല. നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ പതിവായി KSRTCയിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ തികച്ചും ഒരു അനുകൂലമായ നിലപാട് തന്നെയാണ്. പ്രത്യേകിച്ചും സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇത്തരം യാത്രാമധ്യേ ടോയ്ലറ്റിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ അത് കൃത്യമായി നിർത്തി നൽകുന്ന ആളാണ്. നമ്മൾ അടുത്ത കാലത്ത് തന്നെയാണ് ചേർത്തല ഭാഗത്തോ മറ്റാണെന്ന് തോന്നുന്നു, കൊച്ചിയിൽ നിന്നൊക്കെ വിവരങ്ങൾ വന്നതാണ്. രാത്രിയിൽ ഒരു KSRTC ബസ്സിൽ ഒരു പെൺകുട്ടി യാത്ര ചെയ്യുമ്പോൾ അവരുടെ വീട്ടുകാർ ആ ബസ്സിനടുത്തേക്ക് എത്താൻ വൈകുന്നുവെന്ന് അറിയിച്ചപ്പോൾ ആ ബസ് ജീവനക്കാർ ഒന്നടങ്കം ആ ബസ്സിലെ യാത്രക്കാരുടെ കൂടി അനുമതിയോടുകൂടി അവിടെ നിൽക്കുകയും ആ പെൺകുട്ടിയുടെ കുടുംബം വന്ന ശേഷം അവർ വാഹനത്തിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം യാത്ര തുടരുകയും ചെയ്ത സാഹചര്യം. ഞാൻ തന്നെ കോട്ടയത്തേക്ക് പോകുന്ന വഴിയിൽ കൂത്താട്ടുകുളം ഭാഗത്ത് വെച്ച് ഒരു യാത്രക്കാരൻ ഒരു വഴിയരികിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. ഒരു വഴിയുടെ ഒരുപാട് വശത്തേക്ക് ചേർന്നാണ് കിടക്കുന്നത്. ഒരു പ്രഥമ ദൃഷ്ട്യാ ആളുകൾ പോകുമ്പോൾ ആ അപകടത്തിൽപ്പെട്ടവരെ കാണത്തു പോലുമില്ല. ഒരു യുവാവ് വഴിയരികിൽ കിടക്കുന്നു, മറ്റൊരാൾ വഴിയുടെ ഒരു വശത്തേക്ക് കിടക്കുന്നു. ഒരുപക്ഷെ വലിയ വാഹനങ്ങളൊക്കെ വന്നാൽ കാണുക പോലും ചെയ്യാതെ ഇവരുടെ മേലെ കയറിപ്പോകാനുള്ള സാഹചര്യം. അത്തരമൊരു ഘട്ടത്തിലും ഒരുപാട് വാഹനങ്ങൾ നിർത്താതെ പോയെന്ന് അവർ തന്നെ പിന്നീട് പറഞ്ഞു. അങ്ങനെ ഒരു സമയത്ത് പോലും ഒരു KSRTC ഡ്രൈവറുടെ, ഞാൻ കൂടി ഉണ്ടായിരുന്ന ഒരു KSRTC ഡ്രൈവറുടെ കണ്ണിൽ അത് പെടുകയും അവിടെ നിർത്തുകയും അവിടെ നിന്നും പോലീസിനെ വിളിക്കുന്നു, മറ്റു ആംബുലൻസ് വിളിക്കുന്നു. അങ്ങനെ ആ കുട്ടികൾക്ക് ചികിത്സ ഉറപ്പാക്കി ശേഷം പിന്നീട് അവർ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നവർ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയൊക്കെ പറ്റും. അങ്ങനെ വളരെ അനുകൂലമായ ഒരു പോസിറ്റീവ് ഇടപെടലുകൾ പലയിടത്തും KSRTC അതാണ് അനീഷ് സൂചിപ്പിച്ചതുപോലെ വളരെ മാന്യമായി പെരുമാറുന്ന KSRTC ജീവനക്കാരുണ്ട്. പൊതുവെ അവരോട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. നമുക്കൊരു അത്യാവശ്യ ഘട്ടമാണെങ്കിൽ മാന്യമായി ഒരു അഭ്യർത്ഥനയുടെ രൂപത്തിൽ കാര്യം ആവശ്യപ്പെടാം, അവരെ നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താറുണ്ട്. പക്ഷേ ആ യുവതിയുടെ ഭാഗത്തുണ്ടായ തെറ്റിതാണ്, വീഴ്ചയിതാണ്. അവരെ പ്രകോപിപ്പിക്കുന്നു, അവരോട് ദേഷ്യപ്പെടുന്നു, തനിക്ക് നിർത്തണം, ഈ വാഹനം ഇവിടെ നിർത്തണം, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നു. അവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു. അതാണ്. പക്ഷേ യുവതി ഇപ്പോൾ എന്തായാലും ആ തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളൊക്കെ ഈ യുവതിയുടെ അനുഭവം പരിശോധിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, തിരിച്ചറിയേണ്ടതാണ്. കാരണം ഏതൊരാവശ്യവും വളരെ സംയമനത്തോടെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതാരും നടത്തിത്തരും. പക്ഷേ ഇങ്ങനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുമെന്ന് തന്നെയാണ് ഈ KSRTCയിലെ സംഭവം ഓർമ്മിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. താരസംഘടനയായ അമ്മയുടെ ബൈലോ തിരുത്തും. പ്രസിഡന്റിന് കൂടുതൽ അധികാരം നൽകാനാണ് നീക്കം. കരട് രേഖ ഇന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കും. ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനെതിരെ സംഘടനയിൽ പ്രതിഷേധവും ശക്തമാണ്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവവികാസങ്ങൾ, അമ്മയിലെ ജീവനക്കാരിയുടെ പരാതി, അതിനുശേഷം ടിനി ടോം പരസ്യ പ്രതികരണവുമായി, കുക്കു പരമേശ്വരന്റെ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തുന്നു. ഇപ്പോൾ ബൈലോ തിരുത്താനുള്ള നീക്കം, എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും ടിനി ടോമിന്റെ പ്രതികരണം ഏറെ ശ്രദ്ധേയമായിരുന്നു. അന്ന് ടിനി ടോം പറഞ്ഞു, അമ്മ സംഘടനയിലെ ബൈലോ തിരുത്തുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്നൊരാശയം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. അമ്മ ജൽ ബോഡിയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന്. ബൈലോ തിരുത്തുക എന്നത് പ്രധാനമായും കുക്കു പരമേശ്വരന്റെ ഈ ചില നിലപാടുകൾ കൊണ്ടാണ്. ഇവർ നടത്തുന്ന ചില പ്രതികരണങ്ങൾ, അവരുടെ തീരുമാനങ്ങൾ, ഇതെല്ലാം മറ്റുള്ള സംഘടനയിലെ മറ്റംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള മറ്റുള്ളവരെ വകവയ്ക്കാതെയുള്ള ഈ കുക്കു പരമേശ്വരന്റെ ചില രീതികളാണ് സംഘടനയിലെ മറ്റുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും ഒരു സ്വരത്തിലായി കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അതിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് പരാതിക്കാർ, രണ്ടും അമ്മ സംഘടനയിലെ രണ്ട് ജീവനക്കാരായിരുന്നു, മുൻ ജീവനക്കാരായിരുന്നു. അതിൽ പിന്നെ അതുല്യനെ തിരിച്ചെടുത്തു. അപ്പൂരിപ്പോഴും സാലറി നൽകാനുണ്ടെന്നാണ് അപ്പു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കുക്കു പരമേശ്വരനെതിരെയും ട്രഷററായിട്ടുള്ള ഉണ്ണി ശിവപാലിനെതിരെയുമാണ്. ഉണ്ണി ശിവപാലിനെ അവധിയിലേക്ക് പ്രവേശിക്കുവാൻ സംഘടന ആവശ്യപ്പെട്ടു, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു, തീരുമാനമെടുത്തു. പക്ഷേ കുക്കു പരമേശ്വരനെതിരെ നടപടിയൊന്നും സ്വീകരിച്ചില്ല. അതിന് ഈ ജനറൽ ബോഡിയിൽ ഇക്കാര്യം മുന്നോട്ട് വെച്ച് കുക്കു പരമേശ്വരനെ മാറ്റണം എന്നൊരാവശ്യമാണ് ഭൂരിഭാഗം കമ്മിറ്റിയിലെ അംഗങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഉയർത്തുന്ന കാര്യം അത്തരത്തിലാണ്. ഇപ്പോൾ കുക്കു പരമേശ്വരൻ എടുക്കുന്ന നിലപാടുകൾ അത് ഏകപക്ഷീയമാണ്. ആരോടും അനുവാദം ചോദിക്കാതെ വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ടിനി ടോം ഉന്നയിച്ചതുപോലെ പ്രസിഡന്റ് ഒരു സ്റ്റാമ്പ് മാത്രമാണ്. ജനറൽ സെക്രട്ടറിയുടെ ഒരു അധികാരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതേ തുടർന്നാണ് ഇത്തരം ചില ചർച്ചകളിലേക്ക് വരുന്നത്. അമ്മയുടെ ബൈലോ തിരുത്തുന്നു, പ്രസിഡന്റിന് കൂടുതൽ
അധികാരം നൽകാനുള്ള നീക്കമാണ് നടക്കുന്നത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.